നമസ്കാരം. പ്രധാന വാർത്തകൾ. പൂരപ്പൊലിമയിൽ വള്ളുവനാട് കുതിരകളിയും തേരും ആനച്ചന്തവുമായി ഒറ്റപ്പാലം ചിനക്കത്തൂർ പൂരം ആഘോഷിച്ചു. മഴവില്ലഴകായി കുടമാറ്റവും കൂട്ടിയെഴുന്നള്ളിപ്പും. നാട്ടുചന്തപ്പെരുമയിൽ കടമ്പഴിപ്പുറം വായില്യാങ്കുന്ന് പൂരം വർണ്ണാഭമായി. മാറ്റേകി 4 ദേശങ്ങളുടെ എഴുന്നള്ളിപ്പ്. ആരവം തീർത്ത് മണ്ണാർക്കാട് പൂരം വലിയാറാട്ട്. ക്ഷേത്രസന്നിധിയിലെത്തിയത് പതിനായിരങ്ങൾ. ചെട്ടിവേല ഞായറാഴ്ച. ദേശീയപാതയിൽ മണ്ണാർക്കാട് കരിമ്പ മാച്ചാംതോട് ബൈക്കുകൾ കൂട്ടിയിടിച്ച് അച്ഛനും മകളും മരിച്ചു. കരിമ്പ തിരുത്തിപ്പള്ളിയാലിൽ മോഹനൻ, മകൾ വർഷ എന്നിവരാണ് മരിച്ചത്. വല്ലപ്പുഴയിലെയും പട്ടാമ്പി കൊടുമുണ്ടയിലെയും റെയിൽവേ മേൽപ്പാലങ്ങളുടെ നിർമ്മാണോദ്ഘാടനം 26-ന് പ്രധാനമന്ത്രി ഓൺലൈനായി നിർവഹിക്കും. നടപടികൾ പൂർത്തിയാക്കാതെയാണ് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച 2 പദ്ധതികളുടെയും നിർമ്മാണോദ്ഘാടനം നടത്തുന്നതെന്ന് മുഹമ്മദ് മൂസിൻ MLA. സർക്കാർ പദ്ധതിയുടെ ഉദ്ഘാടനം വേറെ നടത്തുമെന്നും MLA. അമൃത് ഭാരത് പദ്ധതിയിൽ നവീകരിക്കുന്ന ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിലെ നിർമ്മാണ പ്രവൃത്തികളുടെ ഉദ്ഘാടനം തിങ്കളാഴ്ച പ്രധാനമന്ത്രി ഓൺലൈനായി നിർവഹിക്കും. 9.78 കോടിയുടെ നവീകരണ പ്രവർത്തനങ്ങളാണ് സ്റ്റേഷനിൽ നടക്കുന്നത്. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. വള്ളുവനാടിന്റെ പൂരഭംഗി വിളിച്ചോതി ഒറ്റപ്പാലം ചിനക്കത്തൂർ പൂരം ആഘോഷിച്ചു. 27 ആനകളും 16 കുതിരകളും ക്ഷേത്രമൈതാനത്ത് നിരന്നതോടെ പൂരപ്രേമികൾക്കിടയിൽ ആവേശം തിരതല്ലി. പൂരപ്രേമികളുടെ ആവേശം അലതല്ലിക്കൊണ്ടാണ് വള്ളുവനാടിൻ്റെ ചരിത്രപ്രസിദ്ധമായ ഒറ്റപ്പാലം ചിനക്കത്തൂർ പൂരം ആഘോഷിച്ചത്. ശനിയാഴ്ച രാവിലെ പത്മശ്രീ പെരുവനം കുട്ടന്മാരാരുടെയും പനമണ്ണ ശശിയുടെയും നേതൃത്വത്തിൽ ആറാട്ട് മേളത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. പൂതനും തിറയും ക്ഷേത്രമുറ്റത്ത് തുടികൊട്ടിയാടി. ഉച്ചയ്ക്ക് 2 മണിയോടെ കുതിരയിളക്കലും തുടർന്ന് പ്രസിദ്ധമായ കുതിരകളിയും നടന്നു. ശേഷം തേരും തട്ടിന്മേൽക്കൂത്തും ക്ഷേത്രമൈതാനത്തെത്തി. ക്ഷേത്രമൈതാനത്ത് ഇത്തവണ 27 ഗജരാജാക്കന്മാരാണ് അണിനിരുന്നത്. ഒറ്റപ്പാലം ദേശത്തു നിന്ന് മംഗലാക്കുന്ന് ശരൺ അയ്യപ്പനും, പാലപ്പുറത്ത് നിന്ന് ഊട്ടോളി അനന്തനും, മീറ്റ്ന ദേശത്തു നിന്ന് ചെറുപ്പുളശ്ശേരി രാജശേഖരനും, അറക്കോട്ടരി ദേശത്തു നിന്ന് പുതുപ്പള്ളി കേശവൻ, പല്ലാർമംഗലത്ത് നിന്ന് കുട്ടൻകുളങ്ങര അർജുനനും, തെക്കുമംഗലത്ത് നിന്ന് ചിറക്കൽ കാളിദാസനും, വടക്കുമംഗലത്ത് നിന്ന് പുതുപ്പള്ളി സാധുവും തിടമ്പേറ്റി. വൈകുന്നേരം 5 മണിയോടെ ആനകൾ പാണ്ടിമേളത്തിൻ്റെ അകമ്പടിയോടെയാണ് ക്ഷേത്രമൈതാനത്തേക്ക് പ്രവേശിച്ചത്. രണ്ട് ചേരികളിലായി ഗജവീരന്മാർ അണിനിരന്നു. തുടർന്ന് കുടമാറ്റവും മേളപ്രമാണിമാരുടെ നേതൃത്വത്തിൽ പാണ്ടിമേളവും നടന്നു. വൈകിട്ട് 7 മണിയോടെ പകൽപൂരം അവസാനിച്ചു. തുടർന്ന് ഗംഭീര വെടിക്കെട്ടുമുണ്ടായി. ഞായറാഴ്ച നടക്കുന്ന ദേശപൂരങ്ങളോടെ ഈ വർഷത്തെ ചിനക്കത്തൂർ പൂരം അവസാനിക്കും. തട്ടകത്തെ ഉത്സവലഹരിയിലാഴ്ത്തി മണ്ണാർക്കാട് പൂരം വലിയാറാട്ട് ആഘോഷിച്ചു. 10,000ങ്ങളാണ് വലിയാറാട്ടിന് ദേവിയുടെ തിരുസന്നിധിയിലെത്തിയത്. ഞായറാഴ്ച ചെട്ടിവേല ആഘോഷിക്കും. മണ്ണാർക്കാട് തട്ടകത്തിലെ കാവിലമ്മയായ അരകുറിശി ഉദയർകുന്ന് ഭഗവതിയുടെ വലിയാറാട്ടിന് എഴുന്നള്ളിപ്പിനൊപ്പം തട്ടകത്തിൽ പൂരാരവം പെയ്തിറങ്ങി. ഭഗവതി ആറാട്ടിന് പുറപ്പെടും മുമ്പ് ക്ഷേത്രപരിസരവും കുന്തിപ്പുഴ ആറാട്ടുകടവും വിശ്വാസികളെ കൊണ്ട് നിറഞ്ഞു. 8:30യോടെ 5 ഗജവീരന്മാരുടെയും വാദ്യങ്ങളുടെയും അകമ്പടിയോടെ വിശ്വാസികൾക്കിടയിലൂടെ കോമരങ്ങൾ തീർത്ത വഴിയിലൂടെ ഭഗവതി ആറാട്ടിനെഴുന്നള്ളി. ആറാട്ടുകടവിൽ തെങ്ങോല കൊണ്ട് പ്രത്യേകം തയ്യാറാക്കിയ കടവിലേക്ക് ആറാട്ടിനായി എഴുന്നള്ളിയ ഭഗവതിക്കൊപ്പം വിശ്വാസികളും ആറാട്ടുകടവിലേക്ക് ഒഴുകി. 10:15 ആറാട്ട് കഴിഞ്ഞ് തിരിച്ചെത്തി ക്ഷേത്രഗോപുരത്തിന് മുന്നിലെത്തിയപ്പോഴേക്കും മേജർ സെറ്റ് പഞ്ചവാദ്യം ഒരുങ്ങിയിരുന്നു. കൊടുംചൂടിൻ്റെ കാഠിന്യം പോലും അറിയാതെ മേളക്കാർ മണിക്കൂറുകൾ നീണ്ട മേളപ്പെരുക്കത്തിലലിഞ്ഞു.
അതേസമയം ആറാട്ടുകടവിൽ നടന്ന കഞ്ഞിമാർച്ചയിൽ 10,000 പങ്കെടുത്തു. ആറാട്ടുകടവിൽ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ ഒരു വെയിലത്തും ഏറെ നേരം വരി നിന്ന് പാളപ്ലേറ്റിൽ വിശ്വാസികൾ കഞ്ഞി വാങ്ങി കുടിച്ചു. ഉച്ചയ്ക്ക് ശേഷം ഓട്ടൻതുള്ളൽ, ഡബിൾ നാദസ്വരം, ഡബിൾ തായമ്പക, 90 കലാകാരന്മാർ പങ്കെടുത്ത പഞ്ചാരിമേളം, കുടമാറ്റം എന്നിവ നടത്തി. ക്ഷേത്രസന്നിധിയിലേക്ക് രാവിലെ ആരംഭിച്ച പൂരപ്രേമികളുടെ ഒഴുക്ക് രാത്രിയും തുടർന്നു. ഞായറാഴ്ച സ്ഥാനീയ ചെട്ടിയന്മാരെ ആനയിച്ചുള്ള ചെട്ടിവേലയും വിവിധ ദേശങ്ങളൊരുക്കുന്ന സാംസ്കാരിക ഘോഷയാത്രയും നടക്കും. ചെട്ടിവേല 4 മണിക്ക് ആരംഭിക്കും. ദീപാരാധനയ്ക്ക് ശേഷം ആറാട്ട്, 21 പ്രദക്ഷിണം എന്നിവയോടെ ഉത്സവം സമാപിക്കും. കടമ്പഴിപ്പുറം വായില്യാംകുന്ന് പൂരം വർണ്ണാഭമായി. 4 ദേശങ്ങളിൽ നിന്നായി 14ഓളം ഗജവീരന്മാരും പ്രഗത്ഭരായ വാദ്യകലാകാരന്മാരും പൂതനും തിറയും അണിനിരന്ന പൂരം പകലിരവിന് പൊന്നഴക് ചാർത്തി. നാട്ടുചന്തപ്പെരുമയിൽ കടമ്പഴിപ്പുറം വായില്യാംകുന്ന് പൂരം ആഘോഷിച്ചു. പേരുകേട്ട ഗജനിരയും വാദ്യകലാകാരന്മാരും അണിനിരന്ന പൂരം ഉത്സവപ്രേമികളെ ഹരം കൊള്ളിച്ചു. കിഴക്കൻ പൂരത്തിന് തിരുവമ്പാടി ചന്ദ്രശേഖരൻ, പടിഞ്ഞാറൻ പൂരത്തിന് മുള്ളത്ത് ഗണപതി, വടക്കൻ പൂരത്തിന് ചെർപ്പളശ്ശേരി ശ്രീ അയ്യപ്പൻ, ശിവക്ഷേത്രം പൂരാഘോഷ കമ്മിറ്റിക്ക് മീനാട് കേശു എന്നീ ഗജവീരന്മാർ തിടമ്പേന്തി. ക്ഷേത്രത്തിൽ സംഗമിച്ച ദേശപൂരങ്ങളുടെ പ്രദക്ഷിണത്തിനു ശേഷം കമ്പം കത്തിക്കലുമുണ്ടായി. പട്ടാമ്പി മണ്ഡലത്തിലെ 2 റെയിൽവേ മേൽപ്പാലങ്ങളുടെ നിർമ്മാണോദ്ഘാടനം 26-ന് തിങ്കളാഴ്ച നടക്കും. വലപ്പുഴ റെയിൽവേ ഗേറ്റിലും കൊടുമുണ്ട റെയിൽവേ ഗേറ്റിലുമാണ് മേൽപ്പാലങ്ങൾ നിർമ്മിക്കുന്നത്. ഓൺലൈൻ വഴി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് നിർമ്മാണോദ്ഘാടനം നടത്തുന്നത്. എന്നാൽ കേന്ദ്രാനുമതിയോടെ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ഈ 2 പദ്ധതികളുടെയും നടപടികൾ പൂർത്തിയാക്കാതെയാണ് ഇപ്പോൾ നിർമ്മാണോദ്ഘാടനം നടത്തുന്നതെന്ന് മുഹമ്മദ് മൂസിൻ MLA പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പട്ടാമ്പി മണ്ഡലത്തിലെ വല്ലപ്പുഴയിലും കൊടുമുണ്ടയിലും സംസ്ഥാന സർക്കാർ 2016-2018 ബജറ്റുകളിലായാണ് റെയിൽവേ മേൽപ്പാലം പ്രഖ്യാപിച്ചത്. വല്ലപ്പുഴയിൽ സ്ഥലം ഏറ്റെടുപ്പ് നടപടികൾ പൂർത്തിയായി. എന്നാൽ കൊടുമുണ്ടയിൽ സ്ഥലം ഏറ്റെടുപ്പ് നടപടികൾ തുടങ്ങിയിട്ടില്ല. ഇപ്പോൾ കേന്ദ്ര സർക്കാർ അമൃത് ഭാരത് പദ്ധതിയുടെ ഭാഗമായി നടത്തുന്ന വിവിധ പ്രവൃത്തികളുടെ നിർമ്മാണോദ്ഘാടനത്തിലാണ് വല്ലപ്പുഴയിലെയും കൊടുമുണ്ടയിലെയും മേൽപ്പാലങ്ങളുടെ നിർമ്മാണോദ്ഘാടനവും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഫെബ്രുവരി 26 രാവിലെ 10:30 ഓൺലൈനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. മറ്റ് ജനപ്രതിനിധികൾ അതാത് സ്ഥലങ്ങളിൽ പങ്കെടുക്കും. എന്നാൽ കേന്ദ്ര അനുമതിയോടെ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ഈ 2 പദ്ധതികളുടെയും നടപടികൾ പൂർത്തിയാക്കാതെയാണ് ഇപ്പോൾ നിർമ്മാണോദ്ഘാടനം നടത്തുന്നതെന്ന് മുഹമ്മദ് മൂസിൻ MLA പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നിർവഹിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിവരം നമ്മളെ അറിയിച്ചിരുന്നു. നിരവധി പദ്ധതികൾ ഇപ്പോൾ അമൃത് ഭാരത് സ്റ്റേഷൻ സ്കീമും മറ്റുള്ള പദ്ധതികളുടെയും ഭാഗമായിട്ടുള്ള നിരവധി പദ്ധതികളുടെ ഒരുമിച്ചുള്ള ഓൺലൈനായിട്ടുള്ള പ്രധാനമന്ത്രിയുടെ ഉദ്ഘാടനത്തിൽ
പാലക്കാട് ഡിവിഷന്റെ കീഴിലുള്ള 19 റെയിൽവേ ഓവർ ബ്രിഡ്ജുകൾ കൂടി നിർമ്മാണോദ്ഘാടനം നടത്തും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഈ ഉദ്ഘാടനം നടത്തുന്നത് നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാതെയും സംസ്ഥാന സർക്കാരിനോട് വേണ്ടത്ര അറിയിക്കാതെയുമാണ് അതിന്റെ നിർമ്മാണോദ്ഘാടനം നടക്കുന്നത്. 23.28 കോടി രൂപയാണ് വല്ലപ്പുഴയിൽ മേൽപ്പാലത്തിനായി കിഫ്ബി പദ്ധതിയിൽ സർക്കാർ വകയിരുത്തിയിരിക്കുന്നത്. കൊടുമുണ്ടയിൽ 31.31 കോടി രൂപയുടേതാണ് പദ്ധതി. കേരള റോഡ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷനാണ് നിർമ്മാണ ചുമതല. വല്ലപ്പുഴയിൽ റെയിൽവേയുടെ അനുമതി ലഭിക്കാത്തതിനാലാണ് നിർമ്മാണം ആരംഭിക്കാതിരിക്കാൻ കാരണം. സ്ഥലമേറ്റെടുപ്പിന് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഫണ്ട് അനുവദിക്കുന്നില്ല. റെയിൽവേയുടെ ഭാഗത്തെ നിർമ്മാണം മാത്രമാണ് റെയിൽവേയുടെ ചുമതല. ഇതിൻ്റെ നിർമ്മാണോദ്ഘാടനമാണ് ഇപ്പോൾ നടത്തുന്നത്. ഇത് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ്. സർക്കാർ പദ്ധതിയുടെ ഉദ്ഘാടനം വേറെ ഉണ്ടാകുമെന്നും MLA പറഞ്ഞു. സ്ഥലം കൂടി ഏറ്റെടുക്കാത്ത ഒരു പദ്ധതിയാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. ഇതില് സ്ഥലമേറ്റെടുപ്പിന് 1 രൂപ പോലും കേന്ദ്രത്തിന്റെ ഫണ്ടില്ല. അതോടൊപ്പം തന്നെ നിർമ്മാണത്തിന്റെ 50%, നിർമ്മാണത്തിന്റെ മാത്രം 50% ആണ് കേന്ദ്രം എടുക്കും എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് ഫണ്ടായിട്ട് ഇതുവരെ ലഭ്യമായിട്ടില്ല. റെയിൽവേയുടെ മുകളിലുള്ള ഭാഗം കൺസ്ട്രക്ട് ചെയ്യുന്നത് റെയിൽവേ ആണ്. എന്നാൽ ബാക്കി ഭാഗങ്ങൾ RBDCK വഴി സംസ്ഥാന സർക്കാരാണ്. റെയിൽവേക്കും അതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ പണം അങ്ങോട്ട് കെട്ടിവെക്കേണ്ട കാര്യമുണ്ടാവും. എന്നാൽ ഇത് ഫൈനൽ കോസ്റ്റിൽ കൺസ്ട്രക്ഷന്റെ മാത്രം 50% റെയിൽവേ എടുക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ നിർമ്മാണോദ്ഘാടനം റെയിൽവേയുടെ ഭാഗത്ത് കേന്ദ്ര സർക്കാർ മുടക്കുന്ന പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഉദ്ഘാടനമായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. ഇതിന്റെ നടപടികളെല്ലാം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായി സ്ഥലം ഏറ്റെടുത്ത് ടെൻഡർ പൂർത്തീകരിച്ചിട്ട് നിർമ്മാണം നടത്തുമ്പോൾ സംസ്ഥാന സർക്കാരിന്റെ പദ്ധതി വെച്ചിട്ടുള്ള ആ പണത്തിന്റെ ആ പദ്ധതിയുടെ ഉദ്ഘാടനം സംസ്ഥാന സർക്കാർ നടത്തും. 50%-ലധികം കൺസ്ട്രക്ഷൻ കോസ്റ്റും സംസ്ഥാന സർക്കാരാണ് വഹിക്കുന്നത്. തത്വത്തിൽ 75% അല്ലെങ്കിൽ 70-75%. അപ്പൊ ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ഉദ്ഘാടന മാമാങ്കം നടത്തുമ്പോൾ തന്നെ അതിന്റെ നിർമ്മാണവും വേഗത്തിലാക്കാനുള്ള ഒരു സമീപനം റെയിൽവേയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് അറിയിക്കുകയാണ്. ഈ പദ്ധതി തുടക്കം മുതൽ ഇത് ആരംഭിക്കുന്നതിന് വേണ്ടി വലിയ രീതിയിലുള്ള ശ്രമങ്ങൾ അവിടുത്തെ ജനപ്രതിനിധികളും ഞങ്ങളെല്ലാവരും നടത്തിയത് കൊണ്ട് തന്നെ ഈ പദ്ധതി വേഗത്തിൽ ആരംഭിക്കണം എന്നുള്ളത് കൊണ്ട് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ളൊരു സമീപനം, പദ്ധതിക്ക് എതിരായിട്ടുള്ളൊരു സമീപനം സ്വീകരിക്കില്ല. കാരണം നമ്മളാണ് ആ പദ്ധതിയുടെ ഫണ്ടും മറ്റുള്ള സംവിധാനങ്ങളും കൊണ്ടുവന്നത് എന്നുള്ളതുകൊണ്ട് പോസിറ്റീവായിട്ടുള്ള ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത്. നിർമ്മാണോദ്ഘാടന ചടങ്ങിൽ സഹകരിക്കും. അതേസമയം റെയിൽവേയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന അനാസ്ഥയ്ക്ക് പരിഹാരം വേണമെന്നും ഇക്കാര്യം ഉദ്യോഗസ്ഥരെ അറിയിക്കുമെന്നും MLA പറഞ്ഞു. വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NK അബ്ദുൽ ലത്തീഫ്, മുതതല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A ആനന്ദവല്ലി എന്നിവരും MLAക്കൊപ്പം വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. അമൃത് ഭാരത് പദ്ധതിയിൽ നവീകരിക്കുന്ന ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിലെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം തിങ്കളാഴ്ച നടക്കും. ഇതിന്റെ ഭാഗമായി റെയിൽവേ പാലക്കാട് ഡിവിഷൻ PRO B ദേവദാനത്തിന്റെ നേതൃത്വത്തിൽ സ്റ്റേഷനിൽ പരിശോധന നടത്തി. നവീകരണം പുരോഗമിക്കുന്ന സ്റ്റേഷന്റെ കവാടം, കാർ, ഇരുചക്രവാഹന പാർക്കിംഗ് ഏരിയ, മേൽക്കൂരകളുടെ പണി, മുറികൾ എന്നിവ സംഘം പരിശോധിച്ചു. 36 കാറുകൾക്കും 200 ഇരുചക്രവാഹനങ്ങൾക്കുമുള്ള പാർക്കിംഗ് സ്ഥലമാണ് പുതുതായി നിർമ്മിച്ചിട്ടുള്ളത്. ഇതിൽ കാർ പാർക്കിങ്ങിനുള്ള സ്ഥലത്തെ പണി ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. ഇരുചക്രവാഹന പാർക്കിംഗ് സ്ഥലത്തെ പണി അവസാന ഘട്ടത്തിലാണ്. മേൽക്കൂരകളുടെ നിർമ്മാണവും കഴിയാറായിട്ടുണ്ട്. പ്രവേശന കവാടത്തിൻ്റെ പണി തുടങ്ങിയിട്ടേ ഉള്ളൂ. അമൃത് ഭാരത് പദ്ധതിയിൽ 9.78 കോടി രൂപയുടെ നവീകരണ പ്രവർത്തനങ്ങളാണ് സ്റ്റേഷനിൽ നടക്കുന്നത്. സ്റ്റേഷനിലെ മേൽക്കൂരകളുടെ നിർമ്മാണം, പ്രവേശന കവാടത്തിൻ്റെ നവീകരണം, പാർക്കിംഗ് കേന്ദ്രങ്ങളുടെയും നടപ്പാതകളുടെയും നവീകരണം, റോഡ് നവീകരണം, ആധുനിക ശൗചാലയങ്ങളോട് കൂടിയ പുരുഷ വനിതാ കാത്തിരിപ്പ് ഹാൾ, മെച്ചപ്പെട്ട ലൈറ്റിംഗ്, ഡ്രൈനേജുകൾ, യാത്രക്കാർക്ക് വിവരങ്ങൾ നൽകാനുള്ള സംവിധാനം, പുതിയ കുടിവെള്ള സംവിധാനം തുടങ്ങിയവയാണ് പദ്ധതിയിലുള്ളത്. നേരത്തെ ഫെബ്രുവരിയോടെ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിട്ടിരുന്നതെങ്കിലും ഏകദേശം പകുതി മാത്രമാണ് പണി പൂർത്തിയായിട്ടുള്ളത്. മെയ് മാസത്തോടെ മാത്രമേ നവീകരണം പൂർത്തിയാകൂ എന്ന് റെയിൽവേ അധികൃതർ അറിയിച്ചു. പാലക്കാട് ഡിവിഷൻ ഓഫീസിലെ സൂപ്രണ്ട് KS പ്രകാശനും സംഘത്തിലുണ്ടായിരുന്നു. മണ്ണാർക്കാട് ദേശീയപാതയിൽ കരിമ്പ മാച്ചാംതോടുണ്ടായ വാഹനാപകടത്തിൽ അച്ഛനും മകളും മരിച്ചു. ശനിയാഴ്ച രാവിലെ 9 മണിയോടെ ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. ബൈക്ക് യാത്രക്കാരനായ കരിമ്പ തിരുത്തിപ്പള്ളിയാലിൽ 50-കാരനായ മോഹനൻ, മകൾ 24 വയസ്സുള്ള വർഷ എന്നിവരാണ് മരിച്ചത്. കൂട്ടിയിടിച്ച മറ്റൊരു ബൈക്കിലെ യാത്രക്കാരനായ കല്ലടിക്കോട് വെട്ടക്കാട്ടിൽ വിഷ്ണുവിനും പരിക്കേറ്റിട്ടുണ്ട്. ഇടവേള.
വാർത്തകൾ തുടരുന്നു. തടഞ്ഞുവെച്ചിരിക്കുന്ന പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ കേന്ദ്ര സർക്കാർ അനുവദിക്കണമെന്ന് AKG-CRT സംസ്ഥാന സമ്മേളനം ആവശ്യപ്പെട്ടു. പട്ടാമ്പിയിൽ നടന്ന സമ്മേളനം മുഹമ്മദ് മുഹസിൻ MLA ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ വെച്ചാണ് AKG-CRT 8ാം സംസ്ഥാന സമ്മേളനം നടന്നത്. ശനിയാഴ്ച രാവിലെ നടന്ന ചടങ്ങിൽ പതാക ഉയർത്തിയതോടെ സമ്മേളനത്തിന് തുടക്കമായി. തുടർന്ന് സെമിനാർ ഹാളിൽ നടന്ന പൊതുസമ്മേളനം മുഹമ്മദ് മുഹസിൻ MLA ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാടിൻ്റെ പുരോഗതിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ നാട് മുന്നോട്ട് പോകുന്നതിൻ്റെ ക്വാളിറ്റിയെ നിർണ്ണയിക്കാൻ, അതിൻ്റെ ഗുണനിലവാരത്തെ നിർണ്ണയിക്കാൻ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് കഴിയും എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ആ ഉന്നത വിദ്യാഭ്യാസത്തിൽ ഇടപെടലുകളും വളരെ ശക്തമാണ്. ഈ കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ കേരളത്തിൽ നമുക്കറിയാം UGCയുടെയും നമ്മുടെ NAAC-ൻ്റെയും ഒക്കെ അക്രഡിറ്റേഷൻ്റെ കാര്യത്തിൽ നമ്മുടെ എല്ലാ യൂണിവേഴ്സിറ്റികളും വളരെ മികച്ചു തന്നെയാണ് നിന്നിട്ടുള്ളത്. നമ്മുടെ ഈ കോളേജ്, പട്ടാമ്പി കോളേജ്, NAAC-ൻ്റെ അക്രഡിറ്റേഷൻ A+ കിട്ടി. കുറഞ്ഞ പോയിന്റുകൾക്കാണ് A++ പോയത്. അതോടൊപ്പം തന്നെ നമ്മുടെ കേരള യൂണിവേഴ്സിറ്റി A++ലേക്ക് വന്നു. മറ്റെല്ലാ യൂണിവേഴ്സിറ്റികളും A+ലേക്കും വലിയ മാറ്റങ്ങൾ ഉണ്ടാവുന്ന രീതിയിലേക്കും മാറി. ഇന്ത്യയിൽ യൂണിവേഴ്സിറ്റികളുടെ റാങ്കിങ് നോക്കുമ്പോൾ കേരളം മോശമല്ലാത്ത രീതിയിൽ മാറുന്നു. റേഷ്യോയുടെ കാര്യത്തിലാണെങ്കിലും, വിദ്യാർത്ഥികളുടെ സെക്സ് റേഷ്യോയുടെ കാര്യത്തിലാണെങ്കിലും, മറ്റെല്ലാ കാര്യത്തിലും നമ്മൾ മുൻപന്തിയിൽ തന്നെ നിന്നുകൊണ്ടിരിക്കുകയാണ് ഈ റീസെന്റ് റിപ്പോർട്ടുകളിലൊക്കെ. സംസ്ഥാന പ്രസിഡന്റ് പ്രൊഫസർ KK വിശ്വനാഥൻ അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി പ്രൊഫസർ VN ചന്ദ്രമോഹൻ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. ട്രഷറർ ഡോക്ടർ P മുഹമ്മദ് കുഞ്ഞ് വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു. സ്വാഗത സംഘം ചെയർമാൻ T ഗോപാലകൃഷ്ണൻ, ജനറൽ കൺവീനർ പ്രൊഫസർ MT സേതുമാധവൻ എന്നിവർ സംസാരിച്ചു. തടഞ്ഞുവച്ചിരിക്കുന്ന പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ കേന്ദ്ര സർക്കാർ അനുവദിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. നെല്ലായ എഴുവന്തല നോർത്ത് UP സ്കൂളിന്റെ 120ാം വാർഷികം ആഘോഷിച്ചു. വിരമിക്കുന്ന അധ്യാപകർക്ക് യാത്രയപ്പും നൽകി. P മമ്മിക്കുട്ടി MLA ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. എഴുവന്തല നോർത്ത് UP സ്കൂളിന്റെ 120ാം വാർഷികാഘോഷമാണ് വർണ്ണാഭമായി ആഘോഷിച്ചത്. സ്കൂളിൽ നിന്നും വിരമിക്കുന്ന പ്രധാനാധ്യാപിക MK ഗീത, കായികാധ്യാപകൻ ഗോവിന്ദരാജൻ എന്നിവർക്കുള്ള യാത്രയപ്പും ചടങ്ങിൽ നൽകി. P മമ്മിക്കുട്ടി MLA ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ആ വിദ്യാലയത്തിൻ്റെ സർവതോമുഖമായ പ്രവർത്തനങ്ങളിൽ എല്ലാ മേഖലയിലും മികവ് തെളിയിച്ചുകൊണ്ട് എല്ലാ കാര്യത്തിലും ഒരു പണത്തൂക്കം മുമ്പിലാണ് ഞങ്ങൾ എന്ന് ബന്ധപ്പെട്ട അധികാരികളെയും രക്ഷിതാക്കളെയും എല്ലാം അതാത് സന്ദർഭത്തിൽ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ഈ വിദ്യാലയം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വർഷത്തെ കാര്യം റിപ്പോർട്ടിൽ ടീച്ചർ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അക്കാഡമിക് മേഖലയിൽ മാത്രമല്ല, ഇന്നിപ്പോൾ അക്കാഡമിക് മേഖലയേക്കാൾ കൂടുതൽ അല്ലാത്ത മേഖലയിലാണ് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K അജേഷ് അധ്യക്ഷത വഹിച്ചു. സാഹിത്യകാരി സംഗീത ചേനമ്പുള്ളി വിശിഷ്ടാതിഥിയായി. MBTA പ്രസിഡന്റ് ഷാഹിന, ആഘോഷ കമ്മിറ്റി കൺവീനർ രാജേഷ് CV, PM സുരേഷ് കുമാർ, PM സുകുമാരൻ, അജിത് ശങ്കർ, C ജയന്തി, PM ഉഷ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി. കരിമ്പുഴ 2 വില്ലേജ് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എലുമ്പുലാശ്ശേരി സപ്ലൈകോ ഔട്ട്ലെറ്റിന് മുന്നിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. സപ്ലൈകോയിൽ സാധനങ്ങൾ ഇല്ലാത്തതിലായിരുന്നു പ്രതിഷേധം. വിലക്കയറ്റം രൂക്ഷമായ സാഹചര്യത്തിൽ സാധാരണക്കാർക്ക് ആശ്വാസമാകുന്ന സപ്ലൈകോ ഔട്ട്ലെറ്റുകളെ വെറും നോക്കുകുത്തിയാക്കുന്ന സർക്കാർ നയം തിരുത്തണമെന്നും മാവേലി സ്റ്റോറുകൾ വഴി സബ്സിഡി നിരക്കിൽ നിത്യോപയോഗ സാധനങ്ങൾ ലഭ്യമാക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം PA തങ്ങൾ യോഗം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അസംബ്ലി തെരഞ്ഞെടുപ്പിലും ഇനി ഒരിക്കലും ഇവർ ഭരണത്തിൽ കയറാത്ത രീതിയിലുള്ള ഒരു പ്രവർത്തനമായിട്ട് നമുക്ക് മുന്നോട്ട് പോകണം. അതാണ് നമ്മുടെ പ്രധാന പരിപാടി. അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു. അതിൻ്റെ ഒരു മുന്നോടിയായിട്ടാണ് ഈ സമരം, ഈ സമ്മേളനം നമ്മൾ സംഘടിപ്പിച്ചത്. ഇതിൽ നിന്ന് നമ്മൾ ഒരിക്കലും പിന്മാറില്ല. ജനാധിപത്യ കക്ഷികളുടെ കൂടെയുള്ള സമരമായിട്ട് മുസ്ലിം ലീഗ് മുന്നോട്ട് പോകുമെന്നുള്ളത് നേതാക്കന്മാരെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഒട്ടേറെ കാര്യങ്ങൾ പറയാവുന്നതുണ്ട്.
വെള്ളിയാഴ്ച ദിവസമായതുകൊണ്ട് കൂടുതൽ യോഗം നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ലായിരുന്നതുകൊണ്ട് ഞാൻ സുദീർഘമായി ഒരു ഉദ്ഘാടന പ്രസംഗത്തിന് മുതിരുന്നില്ല. മുസ്ലിം ലീഗ് ഒറ്റപ്പാലം നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി CP സാദിഖ് മുഖ്യപ്രഭാഷണം നടത്തി. കരിമ്പുഴ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് N ഹംസ അധ്യക്ഷനായി. കുന്നത്ത് അബ്ദുറഹ്മാൻ, ഹബീബ് തങ്ങൾ, K മരക്കാർ, KP സുലൈമാൻ, AP അബ്ദുൽ കരീം, മരക്കാർ മേലേതിൽ, KK ഷൗക്കത്തലി, PP കബീർ, സേതുലവി തോട്ടര, EP ബഷീർ, KC അയ്യപ്പൻ, അസീസ് ഒടുവിൽ, നാസർ AP, അസൈൻ RP, K ഷംസുദ്ദീൻ, ശിഹാബ് അമ്പലമ്പാടം, ഷമീർ പൊമ്പ്ര, ഹംസ പെരുമ്പാടി, K ഹാരിസ്, ജോയോലിക്കൽ, അനസ് പൊമ്പ്ര, K യൂസഫ് എന്നിവർ സംസാരിച്ചു. CITU ഒറ്റപ്പാലം നിയോജകമണ്ഡലം കൺവെൻഷൻ ശ്രീകൃഷ്ണപുരം സഹകരണ ബാങ്ക് ഹാളിൽ വെച്ച് നടന്നു. CITU സംസ്ഥാന സെക്രട്ടറി KK ദിവാകരൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന കമ്മിറ്റി അംഗം PA മുരുകൻ അധ്യക്ഷനായി. M മോഹനൻ, PK ശശിധരൻ, MC വാസുദേവൻ, KS മധു, MA റഷീദ് എന്നിവർ സംസാരിച്ചു. അലനല്ലൂർ വെള്ളിയാർ കണ്ണങ്കുണ്ടിൽ ആദിവാസി യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹതയില്ലെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മുങ്ങി മരണമെന്നും സ്ഥിരീകരണം. അലനല്ലൂർ ചുണ്ടോട്ടുകുന്ന് കോളനിയിൽ താമസിക്കുന്ന 38 വയസ്സുള്ള ചുടലപ്പൊട്ടി മനോജാണ് മരിച്ചത്. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷം കാണാതായ മനോജിനെ വെള്ളിയാഴ്ച രാവിലെയാണ് പുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് 2023-2024 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5 ലക്ഷം രൂപ ചെലവിൽ പണി പൂർത്തീകരിച്ച തോട്ടര പാർത്തല അക്വഡേറ്റ് റോഡിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C രാജിക അധ്യക്ഷയായി. ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ VK രാധിക, ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ C ഹരിദാസൻ, ജയൻ, ജ്യോതി, വിദ്യ തുടങ്ങിയവർ സംസാരിച്ചു. വീണ്ടും ഇടവേള. വാർത്തകളിലേക്ക്. ചെർപ്പളശ്ശേരി ആർദ്രം പാലിയേറ്റീവ് കെയർ സൊസൈറ്റി 18ാം വാർഷികം വിപുലമായി ആഘോഷിച്ചു. പാലിയേറ്റീവ് സഹയാത്രിക തിരുവാഴിയോട് കുറുപ്പത്ത് വീട്ടിൽ ഭാരതിയമ്മ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. 18 വർഷമായി ചെർപ്പളശ്ശേരിയിൽ പാലിയേറ്റീവ് കെയർ മേഖലയിൽ പ്രവർത്തിച്ചു വരുന്ന ആർദ്രം പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ വാർഷികാഘോഷമാണ് വിപുലമായി നടത്തിയത്. മാങ്ങോട് ആർദ്രം ആശ്രയ കേന്ദ്രത്തിൽ വെച്ച് നടന്ന പരിപാടി പാലിയേറ്റീവ് സഹയാത്രിക തിരുവാഴിയോട് കുറുപ്പത്ത് വീട്ടിൽ ഭാരതിയമ്മ ഉദ്ഘാടനം ചെയ്തു. ചീഫ് മെഡിക്കൽ ഓഫീസറും ആർദ്രം രക്ഷാധികാരിയുമായ ഡോക്ടർ ഹമീദ് മുഖ്യപ്രഭാഷണം നടത്തി. ആശ്രയ കേന്ദ്രത്തിന്റെ 1ാം നില നിർമ്മാണ പ്രവർത്തനങ്ങൾ ശബരി ഗ്രൂപ്പ് ചെയർമാൻ SK ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. പാലിയേറ്റീവ് കെയർ സൊസൈറ്റി ചെയർമാൻ VP ഹുസൈൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി A രാമകൃഷ്ണൻ, ഹാഷിം മാട്ടര, ചെർപ്പളശ്ശേരി നഗരസഭാ കൗൺസിലർ P സതീദേവി, CPIP ജില്ലാ സെക്രട്ടറി SP രാമകൃഷ്ണൻ, CPIP ഒറ്റപ്പാലം മേഖലാ പ്രസിഡന്റ് TK വാസുദേവൻ, E രാജൻ മാസ്റ്റർ, ഡോക്ടർ KP ശാന്തകുമാർ, ഡോക്ടർ K ഗോവിന്ദൻകുട്ടി, ഡോക്ടർ മുഹമ്മദ് ഇക്ബാൽ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ചെർപ്പളശ്ശേരി കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ ഷെയർ ഹോൾഡേഴ്സിനുള്ള അംഗത്വ കാർഡ് വിതരണം ചെയ്തു. K പ്രേംകുമാർ MLA കാർഡ് വിതരണം ഉദ്ഘാടനം ചെയ്തു. ചെർപ്പളശ്ശേരി കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ ഷെയർ ഹോൾഡേഴ്സിനുള്ള അംഗത്വ കാർഡാണ് ശനിയാഴ്ച നടന്ന ചടങ്ങിൽ വിതരണം ചെയ്തത്. ചെർപ്പളശ്ശേരി ശബരി കോമ്പൗണ്ടിൽ വെച്ച് നടന്ന പരിപാടി K പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. സഹകരണ ആശുപത്രി എന്ന നിലയിൽ അവിടുത്തെ ജീവനക്കാർക്ക് സ്വാഭാവികമായും നൽകേണ്ട ശമ്പളം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അങ്ങനെ വലിയ ലാഭത്തിൽ പ്രവർത്തിക്കുന്ന ധാരാളം സംഖ്യ വിട്ടുകൊടുക്കാൻ കഴിയുന്ന പ്രാപ്തിയുള്ള ഒരു ആശുപത്രി അല്ല ഇത്. അത്തരം പരിമിതികൾ ഏറെയുള്ള ആശുപത്രിയാണ്. ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ശ്രദ്ധ വേണമെങ്കിലോ അത്തരം കാര്യങ്ങളുണ്ടെങ്കിലോ നിങ്ങളത് സൂചിപ്പിച്ചോളൂ എന്ന് പറയാറുണ്ട്. ചില കേസൊക്കെ വേണുമാഷോട് പറയാറുണ്ട്. ചില പരിമിതികൾ ഉണ്ടെങ്കിലും സാധ്യതയ്ക്കനുസരിച്ച് സംഘം എന്ന നിലയിൽ ജനങ്ങൾക്ക് മികച്ച സേവനം നൽകി മുന്നോട്ട് പോകുന്ന നമ്മുടെ ജില്ലയിലെ മാത്രമല്ല കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സഹകരണ ആശുപത്രിയാണ് ചെർപ്പളശ്ശേരി കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ എന്നതിൽ വലിയ സന്തോഷവും അതിലേറെ അഭിമാനവുമുണ്ട് എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ പങ്കുവയ്ക്കുകയാണ്. ആശുപത്രിയിൽ അംഗത്വമുള്ള എല്ലാവർക്കും കാർഡുകൾ വിതരണം ചെയ്തു. ഹോസ്പിറ്റൽ ചെയർമാൻ K വേണുഗോപാലൻ അധ്യക്ഷത വഹിച്ചു. ഡയറക്ടർ K അച്യുതൻകുട്ടി, സെക്രട്ടറി K ജിതേഷ്, വൈസ് ചെയർമാൻ ജയചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്തിലെ ചാമപ്പറമ്പ് വാർഡ് വികസന സമിതി കിംസ് അൽഷിഫ ആശുപത്രിയുടെ സഹകരണത്തോടെ ആരംഭിച്ച റൂറൽ ഹെൽത്ത് സെന്റർ ജനങ്ങൾക്ക് ആശ്വാസമാകുന്നു. സ്മാർട്ട് ചാമപ്പറമ്പിന്റെ ഭാഗമായി കിംസ് അൽഷിഫ ആശുപത്രി നടത്തിയ ആരോഗ്യ സർവേയിൽ ജീവിതശൈലി രോഗങ്ങൾ ഉൾപ്പെടെയുള്ളവ വലിയ തോതിൽ കണ്ടെത്തിയതോടെയാണ് ഹെൽത്ത് സെന്റർ ആരംഭിച്ചത്.
ചാമപ്പറമ്പ് വാർഡംഗവും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ KPM സലീമിന്റെ നേതൃത്വത്തിൽ വാർഡിലെ മുഴുവൻ വികസന പ്രവർത്തനങ്ങളും ലക്ഷ്യമാക്കിയാണ് സ്മാർട്ട് ചാമപ്പറമ്പിന് രൂപം നൽകിയത്. ഇതിന്റെ ഭാഗമായി കിംസ് അൽഷിഫ ആശുപത്രി വാർഡിൽ സമ്പൂർണ്ണ ആരോഗ്യ സർവേ നടത്തിയിരുന്നു. സർവേയിൽ ജീവിതശൈലി രോഗങ്ങൾ ഉൾപ്പെടെയുള്ളവ കണ്ടെത്തിയതിനെ തുടർന്നാണ് വാർഡ് വികസന സമിതി കിംസ് അൽഷിഫ ആശുപത്രിയുടെ സഹകരണത്തോടെ റൂറൽ ഹെൽത്ത് സെന്ററിന് രൂപം നൽകിയത്. മാസത്തിൽ 2 തവണ ജനറൽ ഡോക്ടറുടെയും നഴ്സുമാരുടെയും സേവനം ഇവിടെ ലഭ്യമാകുന്നുണ്ട്. ജീവിതശൈലി രോഗനിർണയ ടെസ്റ്റുകളും സെന്ററിൽ ചെയ്തു നൽകുന്നു. പരിശോധനകൾ തികച്ചും സൗജന്യമാണ്. പ്രായമായവരും സ്ത്രീകളും ഉൾപ്പെടെ എല്ലാ വിഭാഗം ആളുകളും പരിശോധനകൾക്കായി ഈ സെന്ററിനെയാണിപ്പോൾ ആശ്രയിക്കുന്നത്. കുലുക്കല്ലൂർ ALP സ്കൂളിന്റെ 122ാം വാർഷികം ആഘോഷിച്ചു. VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്തു. സ്കൂളിൽ പുതുതായി നിർമ്മിച്ച കിച്ചൺ കം സ്റ്റോറിന്റെ ഉദ്ഘാടനം മുഹമ്മദ് മൂസിൻ MLA നിർവഹിച്ചു. കുലുക്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് V രമണി അധ്യക്ഷയായി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MK ശ്രീകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബഷീർ, അധ്യാപകർ, PTA ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി. പൂക്കോട്ടുകാളികാവിലും ഇനി ഉത്സവ നാളുകൾ. തന്ത്രി അണ്ടലാടി ഉണ്ണി നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ ഉത്സവ കൊടിയേറ്റം നടന്നു. മാർച്ച് 6-നാണ് ക്ഷേത്രത്തിൽ പൂരം ആഘോഷിക്കുന്നത്. വിശേഷാൽ പൂജകൾക്ക് ശേഷം വെള്ളിയാഴ്ച രാത്രി 8 മണിക്ക് ക്ഷേത്രം തന്ത്രി അണ്ടലാടി ഉണ്ണി നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിലാണ് ഉത്സവ കൊടിയേറ്റം നടന്നത്. തുടർന്നുള്ള ദിവസങ്ങളിലും ക്ഷേത്രത്തിൽ വിശേഷാൽ പരിപാടികൾ ഉണ്ടായിരിക്കും. അന്ന് വൈകിട്ട് നാടൻപാട്ട്, തായമ്പക എന്നിവ നടക്കും. പൂരം ദിനമായ 6-ന് പുലർച്ചെ കുതിരവേല നടക്കും. വൈകിട്ട് 3 മണിയോടെ കരിവേല, കുതിരവേലകളും കാവിലെത്തും. കിഴക്കൻ, പടിഞ്ഞാറൻ, വടക്കൻ വേലകളിലായി 17 ഗജവീരന്മാർ അണിനിരക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പൂരപ്പൊലിമയിൽ വള്ളുവനാട് കുതിരകളിയും തേരും ആനച്ചന്തവുമായി ഒറ്റപ്പാലം ചിനക്കത്തൂർ പൂരം ആഘോഷിച്ചു. മഴവില്ലഴകായി കുടമാറ്റവും കൂട്ടിയെഴുന്നള്ളിപ്പും. നാട്ടുചന്തപ്പെരുമയിൽ കടമ്പഴിപ്പുറം വായില്യാങ്കുന്ന് പൂരം വർണ്ണാഭമായി. മാറ്റേകി 4 ദേശങ്ങളുടെ എഴുന്നള്ളിപ്പ്. ആരവം തീർത്ത് മണ്ണാർക്കാട് പൂരം വലിയാറാട്ട്. ക്ഷേത്രസന്നിധിയിലെത്തിയത് 10,000. ചെട്ടിവേല ഞായറാഴ്ച. ദേശീയപാതയിൽ മണ്ണാർക്കാട് കരിമ്പ മാച്ചാംതോട് ബൈക്കുകൾ കൂട്ടിയിടിച്ച് അച്ഛനും മകളും മരിച്ചു. കരിമ്പ തിരുത്തിപ്പള്ളിയാലിൽ മോഹനൻ, മകൾ വർഷ എന്നിവരാണ് മരിച്ചത്. വല്ലപ്പുഴയിലെയും പട്ടാമ്പിക്കോട് മുണ്ടയിലെയും റെയിൽവേ മേൽപ്പാലങ്ങളുടെ നിർമ്മാണോദ്ഘാടനം 26-ന് പ്രധാനമന്ത്രി ഓൺലൈനായി നിർവഹിക്കും. നടപടികൾ പൂർത്തിയാക്കാതെയാണ് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച 2 പദ്ധതികളുടെയും നിർമ്മാണോദ്ഘാടനം നടത്തുന്നതെന്ന് മുഹമ്മദ് മൂസിൻ MLA. സർക്കാർ പദ്ധതിയുടെ ഉദ്ഘാടനം വേറെ നടത്തുമെന്നും MLA. അമൃത് ഭാരത് പദ്ധതിയിൽ നവീകരിക്കുന്ന ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിലെ നിർമ്മാണ പ്രവൃത്തികളുടെ ഉദ്ഘാടനം തിങ്കളാഴ്ച പ്രധാനമന്ത്രി ഓൺലൈനായി നിർവഹിക്കും. 9.78 കോടിയുടെ നവീകരണ പ്രവർത്തനങ്ങളാണ് സ്റ്റേഷനിൽ നടക്കുന്നത്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.